This call is now being recorded. Okay, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും 6th മൊഡ്യൂളിൻ്റെ ബാക്കി പോർഷൻസ് വൈബ്രേഷൻ മെഷർമെൻ്റ് ആണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് വരിക. അപ്പോൾ നമുക്ക് വൈബ്രേഷൻ മെഷർമെൻറ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെമ്പറേച്ചർ മെഷർമെൻറ്റ്സും കൂടിയേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. നാളത്തേക്ക് തീരുന്നുള്ള വിശ്വാസത്തിലാണുള്ളത്. നമുക്ക് വഴിയെ നോക്കാം എന്താ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. തീരുമാനിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ വൈബ്രേഷൻ മെഷർമെൻറ്റിൻ്റെ അതായത് വൈബ്രേഷൻ എന്താണെന്ന് അറിയാലോ. ഒരു മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഏതൊരു മൂവിങ് ആയിട്ടുള്ള മെഷീൻസ് അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള മെഷീൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് വൈബ്രേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ വൈബ്രേഷൻ. ആ ഒരു വൈബ്രേഷൻ എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഓവർ ആയിട്ടുള്ള വൈബ്രേഷൻ ഒരു മെഷീൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് ചിലപ്പം അതിൻ്റെ ഫിനിഷിങ്ങിനും ഒക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് വൈബ്രേഷൻ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് നമുക്ക് വരാനുള്ള കാരണം. ഏതൊരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം വണ്ടി ആയാലും നമുക്ക് വണ്ടീൻ്റെ പെർഫോമൻസ് കൂടുതൽ കിട്ടണമെങ്കിൽ വണ്ടിക്ക് അധികം ജെർക്കിങ്ങും വൈബ്രേഷനും ഒന്നും പാടില്ല. നമ്മളിപ്പോഴത്തെ പുതിയ ഒരു ബുള്ളറ്റ് ഒരു തരംഗം തുടങ്ങിയെടുത്ത് ലേറ്റസ്റ്റ് മോഡൽ ബുള്ളറ്റ് വന്നെടുത്ത് അതിൻ്റെ മെയിൻ കംപ്ലൈൻ്റ് ആയിരുന്നു അതിൻ്റെ ഹാൻഡിലൊക്കെ ഫുൾ ടൈം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പോൾ വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റിന് കൊടുക്കുക അല്ലേ. നമ്മളുടെ മെഷീനിന് എപ്പോഴും ഇറ്റ് വിൽ പ്രൊവൈഡ് ആൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓവർ ദ മെഷീൻ ബോഡി. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് വൈബ്രേഷൻ മെഷർമെൻറ്റും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്ക് കൂട്ടിയിട്ടുള്ളത്. സോ വൈബ്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് 2 measuring devices, that is one is vibrometer and another one is accelerometer. അപ്പോൾ പ്യുവർലി വൈബ്രേഷൻ മാത്രമാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടെങ്കിൽ we will be heading towards vibrometer only. ആൻഡ് നേരെ മറിച്ച് നമുക്ക് ആക്സിലറേഷൻ എത്രത്തോളം ആക്സിലറേഷനിലാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള പാരാമീറ്റേഴ്സും കൂടി കാണണമെങ്കിൽ we will be heading towards accelerometer. ഓക്കെ, സോ ഈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു മീൻ പൊസിഷൻ്റെ അകത്ത് എന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നതിനാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയാം അല്ലെ. ലെറ്റ് us consider this as a mean position. ഈ ഒരു മീൻ പൊസിഷൻ്റെ അകത്ത് whenever time goes on, if at all some deviations from its mean position is occurring, then this position is called vibration actually അല്ലെ. ഒരു പീക്ക് ഒരു വാലി പീക്ക് വാലി ഇങ്ങനെ ഒരു പ്രോസസ്സ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ദ എൻറ്റയർ ഡിസ്പ്ലേസ്മെന്റ് അതായത് ഓരോ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ് എടുത്തു നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് ആസ് വൈബ്രേഷൻ. ദിസ് ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അവർ സ്പ്രിംഗ് മാസ് സിസ്റ്റം ആയിരിക്കും അല്ലെ. ഒരു സ്പ്രിങ്ങിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നതായിരിക്കും നമുക്ക് വൈബ്രേഷനിൽ ഏറ്റവും ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഓർമ്മ വരിക. സ്പ്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ കോയിൽഡ് ആയിട്ടുള്ളൊരു എലമെന്റ് ആണ് സ്പ്രിങ് എന്ന് പറയുന്നത്. വെനെവർ ഇത് ഒന്നുമില്ല ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും. നേരെ മറിച്ച് ഇഫ് അറ്റ് ഓൾ വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഓവർ ഇറ്റ് ദെൻ റിലീസിങ് ദാറ്റ് ഫോഴ്സ് ദെൻ ദി സ്പ്രിങ് വിൽ ഗെറ്റ് വൈബ്രേറ്റഡ് അല്ലെ. അതിന്റെ മീൻ പൊസിഷൻ സ്പ്രിങ്ങിന്റെ സാധാരണ പൊസിഷൻ്റെ അകത്ത് ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് വൈബ്രേറ്റഡ്. അതിന്റെ മുകളിലും താഴത്തുമായിട്ട് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ആഫ്റ്റർ സം ടൈം ഇറ്റ് വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ്സ് മീൻ പൊസിഷൻ ഇറ്റ്സെൽഫ് whenever there is no applied force. നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് വിട്ടു, പിന്നെ നമ്മൾ എക്സ്റ്റേണലി വേറെ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആഫ്റ്റർ സം ടൈം ദിസ് സ്പ്രിങ് വിൽ കം ടു റെസ്റ്റ് ടു ഇറ്റ്സ് മീൻ പൊസിഷൻ. ഇങ്ങനെയാണ് സംഭവിക്കാറ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ വൈബ്രേഷൻ മെഷർമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. 2 മീറ്റേഴ്സ് ആണുള്ളത്, ഒന്ന് വൈബ്രോമീറ്റർ ആൻഡ് അനദർ വൺ ഈസ് ആക്സിലറോമീറ്റർ. സോ ദീസ് 2 we have to study. And first of all we are going towards vibrometer. So vibrometer is basically a measure of displacement measuring instrument. Displacement എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മീൻ പൊസിഷൻ്റെ അകത്ത് the body how much it has displaced, up and down movement, ആ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എസ്പെഷ്യലി വൈബ്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം വൈബ്രോമീറ്റർ ഡിസൈൻഡ് വിത്ത് ലോ ഫ്രീക്വൻസി.
low natural frequency and accelerometer for high natural frequency. നമ്മൾ മെയിൻ ആയിട്ട് വൈബ്രോമീറ്റർ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ലോ ഫ്രീക്വൻസി ആണെങ്കിൽ we will be using vibrometer, and നേരെ മറിച്ച് if it is a body is having high frequency then we will be using accelerometer. രണ്ടിന്റെ പർപ്പസ് സെയിം തന്നെയാണ്, ബട്ട് ലോ ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മൾ വൈബ്രോമീറ്ററിലേക്ക് പോകും, നേരെ മറിച്ച് ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മൾ ആക്സിലറോമീറ്ററിലേക്ക് പോകും. സോ ലോ ഫ്രീക്വൻസിയിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഇതിന്റെ വേറൊരു പേരാണ് ലോ ഫ്രീക്വൻസി ട്രാൻസ്ഡ്യൂസർ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു വൈബ്രോമീറ്ററിനെ നമ്മൾ പല ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ 3 എണ്ണമാണ് നമ്മളെ സിലബസിലുള്ളത്, പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് സ്റ്റൈലസ് റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെന്റ് ഒക്കെ ഏതിൽ പഠിച്ചിട്ടുണ്ട്? സർഫസ് മെഷർമെന്റിന്റെ കേസിൽ. സർഫസ് മെഷർമെന്റ് ഇങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, ഈ സർഫസ് മെഷർമെന്റിന്റെ കേസിൽ നമ്മൾ സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ് ഈ സ്റ്റൈലസ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് സിമ്പിൾ പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ +2 ലാബിലൊക്കെ ചെയ്ത സാധനമായിരിക്കും പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞ സാധനം. ആൻഡ് ഓൾസോ ഒപ്റ്റിക്കൽ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. ദീസ് 2 വി ഹാവ് ടു കോൺസെൻട്രേറ്റ്ലി സ്റ്റഡി. ഓക്കെ, ഈ 3 സാധനമാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളുടെ ഇതിൻ്റെ അകത്ത് മൊഡ്യൂളിൽ. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷനും ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളുമാണ് ഈ വൈബ്രോമീറ്ററിൻ്റെ അകത്ത് നമുക്ക് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് സ്റ്റൈലസ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. സ്റ്റൈലസ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിന്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഫിഗർ തന്നെയാണ്. ഓക്കെ, വി ഹാവ് എ വൈബ്രേറ്റിംഗ് ബോഡി. ഇതാണ് നമ്മളുടെ മെഷീൻ ബോഡി എന്ന് വിചാരിക്കുക, വൈബ്രേറ്റ് ചെയ്യുന്ന മെഷീൻ ബോഡി. സോ അബോവ് ദാറ്റ് വി ഹാവ് ഫിക്സ്ഡ് എ സെറ്റപ്പ്, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സം എലമെന്റ്സ്. അത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദിസ് എൻറ്റയർ system that is placed over this vibrating body is known as vibrometer. Okay, and for the measuring purpose we will be rigidly fixing this element over vibrating body. നമ്മൾ ഇതിനെ നട്ടും ബോൾട്ടും അറേഞ്ച്മെന്റ് വെച്ച് എവിടെയാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് അവിടെ നമ്മൾ റിജിഡ് ആയിട്ട് അതിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാകുക. ആൻഡ് ഓൾസോ എന്താ സംഭവിക്കുന്നത് നോക്കാം. വി ഹാവ് എ മാസ്. Here we have a mass m that is balanced by 2 elements, that is one is spring in upwards it's spring supported and in downwards it's a damper. അപ്പോൾ നമ്മൾ ഒരു ഡാമ്പറും ഒരു സ്പ്രിങ്ങും വെച്ചിട്ട് ഈ മാസിനെ നമ്മൾ ഒരു സ്റ്റേഷനറി പൊസിഷനിൽ വെച്ചിട്ടാണുള്ളത്. Why we are using a mass? Because whenever vibrating body vibrates, this mass also get vibrated from its mean position. അത് ആ ഒരു വെയിറ്റ് ഉള്ള മാസ് നമ്മൾ ഇവിടെ വെക്കാനുള്ള മെയിൻ കാരണം അതാണ്. ബോഡി വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സം എലമെന്റ് ഷുഡ് വൈബ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് വൈബ്രേറ്റിംഗ് ബോഡി. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചെറിയ മാസ് സിസ്റ്റം വെച്ചിട്ടുള്ളത്. ആൻഡ് ഹൗ വി ആർ കണക്ടിങ് ദിസ് മാസ് സിസ്റ്റം? ഇൻ അപ്പർ പോർഷൻ വി വിൽ ബി ഹാവിങ് എ സ്പ്രിങ് ആൻഡ് ഇൻ ഡൗൺവേർഡ് പോർഷൻ വി വിൽ ബി ഹാവിങ് എ ഡാമ്പർ. ദിസ് ഈസ് ടു പ്രൊവൈഡ് എ ബാലൻസ്ഡ്. എന്തിനാ ഈ 2 സെറ്റപ്പും കൊടുത്തത്? എ ബാലൻസ്ഡ് സ്റ്റേറ്റ് ടു മാസ്. ഒരു ബാലൻസ്ഡ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 എക്യുപ്മെന്റും കൂടി അറേഞ്ച്മെന്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുള്ളത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ഫ്രം ദിസ് മാസ് എ നീഡിൽ ഈസ് ഓർ എ പോയിന്റർ ഈസ് പ്രൊജക്റ്റഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ്. അത് നിങ്ങൾക്ക് കാണാം, ആ മാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വി ഹാവ് എ പോയിന്റർ ഓർ എ നീഡിൽ that is projected towards left side. Okay, then we have a drum, that is rotating drum. Okay, the stationary drum alla, we have a rotating drum. So this will be rotating with respect to time goes. നമ്മൾ സമയം പോകുന്നതിനനുസരിച്ച് this drum will be rotating. Okay, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇത് തന്നെയാണ് സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെന്റിന്റെ അകത്ത് നമ്മൾ ചെയ്തത്. whenever this body is vibrating, this rotating drum also get vibrated with respect to the vibrating body. അപ്പോൾ vibrating ബോഡിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. But in case of mass will be rotated, mass will be vibrated from its mean position, and this vibration will be recorded in the paper that is provided over
ദിസ് റൊട്ടേറ്റിംഗ് ഡ്രം. നമ്മളൊരു റൊട്ടേറ്റിംഗ് ഡ്രമ്മിന്റെ മുകളിൽ ഒരു പേപ്പർ ചുറ്റിയിട്ടാണ് ഉണ്ടാവുക. സോ നമ്മളുടെ ഈ നീഡിൽ ഈ പേപ്പറിൻ്റെ അകത്ത് ഇറ്റ് വിൽ മേക്ക് നമ്മളുടെ ഒരു മാർക്കിംഗ് ഇവിടെ വന്നുകൊണ്ടിരിക്കും. ദിസ് വിൽ മേക്ക് സം മാർക്കിംഗ്സ് ഓവർ ദിസ് റൊട്ടേറ്റിംഗ് ഡ്രം, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദിസ് പേപ്പർ വിൽ ബി റിലീസ്ഡ് ഫ്രം ദ ഡ്രം. ദെൻ വി ക്യാൻ ഒബ്റ്റെയിൻ ദിസ് പേപ്പർ റീഡിങ് ലൈക്ക് ദിസ്. ഓക്കെ, നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും സമയം റൊട്ടേറ്റ് ചെയ്ത സമയത്തുള്ള റെക്കോർഡിങ് അവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ദിസ് ഈസ് ആക്ച്വലി സ്റ്റൈലസ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു പേപ്പർ ഈ റൊട്ടേറ്റിംഗ് ഡ്രമ്മിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെൻ എവർ ദ വൈബ്രേറ്റിംഗ് ബോഡി vibrates, the mass also get vibrated with the same frequency, and this will be recorded using a needle that is placed over this rotating drum. അപ്പോൾ നമ്മൾ ഡ്രമ്മിന്റെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ക്ലിയർ വ്യൂ വിൽ ബി പ്രൊവൈഡഡ് ബൈ ദിസ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒന്നാമത്തെ കാര്യം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് സിമ്പിൾ പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു കോറിൻ്റെ അകത്ത് വി വിൽ ബി വൈൻഡിങ് എ വയർ ഓവർ എ കോർ. നമ്മളൊരു കോറിൻ്റെ അകത്ത് ഒരു വയർ വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. Then after that, the output will be taken from a movable or sliding contact wiper. Okay, we will be taking the output from this with the sliding contact wiper. Okay, potentiometer is a simple instrument that is used for measuring the vibration that is produced inside a body or a machine element. So, in order to measure the vibration or the deviation from the mean position, we are providing a sliding contact. This sliding contact will slide with respect to the vibration of the body. Okay, അപ്പോൾ നമ്മൾ വൈബ്രേഷൻ വരുന്നതിനനുസരിച്ച് ദിസ് സ്ലൈഡിങ് കോണ്ടാക്ട് ഓൾസോ ഗെറ്റ് വൈബ്രേറ്റഡ്. അപ്പോൾ ആ വൈബ്രേഷന്റെ സമയത്ത് വാട്ട് വിൽ ഹാപ്പൺ ഈസ് ദ മെയിൻ റെസിസ്റ്റൻസ്. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ ഒരു പോയിന്റ് നിന്നാണ്. ഓക്കെ, സോ നമ്മൾ ഈ കൊടുക്കുന്ന, നിങ്ങൾ ഈ കണക്ഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ദിസ് ഈസ് അവർ ഇൻപുട്ട്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ ഇൻപുട്ടിന്റെ ഒരു സെയിം ഒരു ലീഡ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ ഔട്ട്പുട്ട് ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂവബിൾ കോണ്ടാക്ട് ഓർ സ്ലൈഡറും വെച്ചിട്ടുണ്ട്. സോ വെൻ എവർ ദ നീഡിൽ ഗോസ് ടുവേർഡ്സ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ, ദെൻ the voltage generated will be different, and also whenever the needle goes to the bottommost position, there also the voltage generated will be different. So with respect to the vibrating body, this needle gets to up and down movement. അപ്പോൾ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ അകത്തും this variation will, corresponding variation will be occurred. So this corresponding variation, with respect to this corresponding radiation, we will say that, or we will calibrate it into terms of vibration. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ വരച്ച പോലത്തെ ആ ഒരു ഫിഗറിന്റെ കേസിലേക്ക് നമ്മൾ ഇതിനെ കാലിബ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരും. ദിസ് വോൾട്ടേജ് വിൽ ബി കാലിബ്രേറ്റഡ് ടു ദിസ് വൈബ്രേഷൻ സെൻസിങ് എലമെന്റ്. നമുക്ക് ഈ വൈബ്രേഷന്റെ കേസിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരും. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. That is simple potentiometer എന്ന് പറയുന്നത്. Potentiometer will be having a primary winding that is given or excited with a voltage. Okay, then this primary winding, one lead will be taken and another will be a movable lead. This will provide our output voltage. എന്തുകൊണ്ടാണ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ കാരണം? ബിക്കോസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന നമ്മുടെ വയറിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് മാറും, അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ദ ലെങ്ത് ഓഫ് വയർ വി വിൽ ബി ഗെറ്റിംഗ് ദ റെസിസ്റ്റൻസ് ചേഞ്ച്. സോ ദിസ് റെസിസ്റ്റൻസ് ചേഞ്ച് ഈസ് ആക്ച്വലി ടേക്കൺ ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ്, ആൻഡ് ദിസ് വോൾട്ടേജ് ഈസ് കാലിബ്രേറ്റഡ് ടു ദ വൈബ്രേഷൻ മെഷറിംഗ് സിസ്റ്റം. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ പൊട്ടൻഷ്യോമീറ്റർ. ദിസ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഈസ് നോൺ ആസ് സിമ്പിൾ പൊട്ടൻഷ്യോമീറ്റർ.
And the last instrument, that is optical recording vibrometer. Here the name itself indicates that there is some optical element or optical method is used for recording the vibration. Okay, how this optical setup is used, that we can see in the figure itself. This also is a small and simple figure, that we have a vibrating body over the left side. This vibrating body consists of a mirror. Okay, this mirror is attached with the vibrating body. This is the main element. With the vibrating body, we are placing a mirror over here. Okay, and these two are connected rigidly. This mirror and vibrating body is connected rigidly. Then after that, the rest of the elements are purely optical methods. That is, we have a parabolic reflector. Parabolic reflector is mainly used to concentrate the light rays into a single point. Okay, a parabola structure. This structure we are using for concentrating the incident rays of light into a particular focal point. അപ്പോൾ അങ്ങനെ ഒരു particular focal point കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. Also, after that, a intense light will be obtained over here. This goes over a lens. നമ്മൾ അതിനെ ഒരു ലെൻസ് കൂടെ കടത്തി വിട്ടിട്ട് this mirror is incidented. Mirror what will do? Mirror will be reflecting the light. Okay, this light rays that is incident on mirror will be reflected, and this reflected light is registered on a rotating drum with light sensitive element. ലൈറ്റിനെ കണ്ടു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്, അതായത് നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഈ എലമെന്റ് റൊട്ടേറ്റിംഗ് ഡ്രം നേരത്തെ നമ്മൾ പേപ്പർ ആയിരുന്നു വെച്ചത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പേപ്പർ വി വിൽ ബി പ്രൊവൈഡിങ് എ ലൈറ്റ് സെൻസിറ്റീവ് എലമെന്റ്. So this light sensitive element will make the reflected light impressed on this element, rotating drum. അപ്പോൾ നമ്മൾ വൈബ്രേറ്റിംഗ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് this reflected light also get vibrated. അപ്പം ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയാണോ അത് വന്ന് ടച്ച് ചെയ്യുന്നത്, on that particular point we will be obtaining a image of the vibration that has produced. നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ആയിപ്പെട്ടിട്ടുള്ള ഇമേജ് നമുക്ക് അവിടെ ലൈറ്റ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു ഞാൻ ആ എലമെന്റ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വീണെടുക്കും മാത്രം അവിടെ റെക്കോർഡിങ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഒപ്റ്റിക്കൽ റെക്കോർഡിംഗ് വൈബ്രോമീറ്റർ. So we have only 3 type of vibrometer that is to be studied. One is stylus, second one is potentiometer, and third one is optical recording vibrometer. So with these 3 instruments, we will be stopping our lecture on vibrometer. അപ്പോൾ 3 സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമുക്ക് ആ ഫിഗർ നോക്കിയാൽ തന്നെ ഇതിൻ്റെ പറ്റുള്ള എല്ലാ കാര്യങ്ങളും എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. സോ ഹിയർ ഈ ഒരു കേസിൻ്റെ അകത്ത് നമ്മൾ റൊട്ടേറ്റിംഗ് ഡ്രമ്മിൻ്റെ അകത്ത് ആകെ വെച്ചിട്ടുള്ളൂ എ ലൈറ്റ് സെൻസിറ്റീവ് ഫിലിം ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. സിൻസ് ദ ഇൻപുട്ട് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് ലൈറ്റ് റേസ്, ആ ലൈറ്റ് റേസ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഫിലിം ആയിരിക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വേറെ ഒന്നും വ്യത്യാസമില്ല. നമ്മൾ നേരത്തെ പേപ്പർ വെച്ചതിന് പകരം ഇവിടെ ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഫിലിം വെച്ചിട്ടുണ്ട്. We have a light source. This light source will be incidented on lens. This lens will focus the light rays into mirror. This mirror will reflect the light rays. And what is the main technique used? This vibration body is connected with a mirror. So whenever the vibrating body vibrates, this mirror also get the parallel vibration that is obtained over vibrating body. So this reflected light also get reflected back to rotating drum with a light sensitive film, and this film will record the pattern that is followed by vibrating body. ഏത് പാറ്റേണിലാണോ നമ്മളെ വൈബ്രേറ്റിംഗ് ബോഡി വർക്ക് ചെയ്തത്
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവിടെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. ആൻഡ് അവർ ലാസ്റ്റ് ടോപ്പിക് ഈസ് accelerometer. So accelerometer, what that term indicates is this will measure the acceleration of a vibrating body. Okay, the instrument which is used to measure the acceleration of a vibrating body is known as accelerometer. Okay, so നമ്മൾ ഇതിനെ acceleration measure ചെയ്യുന്നതുകൊണ്ട് we have another name also, that is acceleration pickup. Pickup means something which will taken, അല്ലെ? നമ്മൾ എന്തെങ്കിലും ഒന്നിനെ എടുക്കുന്നതാണ് പിക്കപ്പ് എന്ന് പറയുന്നത്. So in this case the acceleration is taken, so this instrument is also known as acceleration pickup. Okay, and where we are using it, that is we will be using it where natural frequency is very high. Whenever the machine is vibrating with its natural frequency in a high pattern, then we will be using accelerometer to record the reading. Because എന്താ നാച്ചുറൽ ഫ്രീക്വൻസി കൂടുതലാണ്. ഫ്രീക്വൻസി കൂടുതലാന്ന് വെച്ചാൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ നമുക്ക്, ബിക്കോസ് ഫ്രീക്വൻസി മീൻസ് നമ്മൾ ഈ ഒരു വലിപ്പം, ഈ വേവിന്റെ ഈ ഒരു വലിപ്പത്തിനായിരുന്നു നമ്മൾ ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്നത്. ആൻഡ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്തിനാണ്? ഇതാണ് നമ്മളുടെ വേവ് ലെങ്ത്. ഒരു പീക്കിൽ നിന്ന് അടുത്ത പീക്കിലേക്കുള്ള ദൂരത്തിനായിരുന്നു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി നേരെ മറിച്ച് എന്താണ്? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഓർ ഫ്രീക്വൻസി ഈസ് റെപ്രസെന്റഡ് വിത്ത് ദ വേവ് ഹൈറ്റ് ഇറ്റ്സെൽഫ്. ഇപ്പൊ വേവ് ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. ഒരു ചെറിയൊരു റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിനകത്ത് നമുക്ക് ഒരിക്കലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ വലിയ ചാർട്ട് പേപ്പറൊക്കെ വെക്കേണ്ടി വരും. അപ്പൊ അത് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് വി ആർ യൂസിങ് the accelerometer for measuring high frequencies. So എങ്ങനെയാണ് ഇവിടെ നടത്തുന്നത്? അതിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Here an accelerometer is provided. നമ്മൾ നേരത്തെ കാണിച്ച സെയിം സെറ്റപ്പ് തന്നെയാണ്. We are having a mass. Mass is having one side damper and another side spring. A spring mass system is used for measuring with the help of accelerometer. ഇതാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആക്സിലറോമീറ്ററിന്റെ ഫിഗർ ഞാൻ കാണിച്ചുതരാം. This is the two type of accelerometer that we are used. One is piezoelectric accelerometer. നമ്മൾ piezoelectric ക്രിസ്റ്റലിന്റെ പ്രത്യേകതകളൊക്കെ പഠിച്ചതാണ്. Whenever some deformation is occurred in this material, in particular type of piezoelectric material, a voltage will be generated across the surface of the material. Okay, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജ് ജനറേറ്റ് ചെയ്തു. സോ piezoelectric accelerometer is same as that of piezoelectric crystal functioning. That is, ഇതാണ് നമ്മളുടെ മെഷീൻ ബേസ് എന്ന് വിചാരിക്കുക. ഇതിനെയാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. This base consists of a mass. ഒരു മാസ് ഉണ്ട്. ആ മാസിന്റെ നെക്സ്റ്റ് താഴത്ത്, to the very next side, it is fitted with a piezoelectric crystal. So whenever the body vibrates, this mass also tends to vibrate, but vibration may not be possible since it is rigidly fixed. So എന്ത് ചെയ്യും? piezoelectric crystalനെ അത് ഡീഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. This deformation is recorded in terms of voltage, and this voltage is calibrated to frequency or vibration modules. എന്തൊക്കെയാണ് നമുക്ക് വൈബ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പാറ്റേൺ ഫോളോ ചെയ്യേണ്ടത്? This piezoelectric crystal with an output voltage will produce the vibration pattern at every instant. ഓരോ ഇൻസ്റ്റന്റിൽ വന്ന വൈബ്രേഷൻ പാറ്റേണും ആരാണ് റെക്കോർഡ് ചെയ്യുന്നത്? This piezoelectric crystal will record it. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് piezoelectric accelerometer എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മെയിൻ ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മൾ സ്പ്രിംഗ് മാസ് സിസ്റ്റം അല്ല ശരിക്കും ഉപയോഗിക്കുന്നത്. For acceleration measurement, we are using a piezoelectric crystal, and the voltage output is taken for reading purpose or measurement purpose. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ piezoelectric accelerometer എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ വൈഡ് റേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാറ്. കോമൺലി യൂസ്ഡ് ആക്സിലറോമീറ്റർ ഈസ്
piezoelectric accelerometer. Then we have piezoresistive accelerometer. What is the difference between piezoresistive and piezoelectric? അപ്പോൾ പീസോ റെസിസ്റ്റീവ് ആക്സിലറോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഇതിന്റെ ഫിഗർ വരുന്നത്. പീസോ റെസിസ്റ്റീവ് ആക്സിലറോമീറ്റർ ഫിഗർ ഈസ് ഷോൺ ഹിയർ. ഇവിടെ എന്തൊക്കെയാണുള്ളത്? വി ആർ യൂസിങ് സ്ട്രെയിൻ ഗേജസ്. സിംപ്ലി വി ആർ യൂസിങ് 4 സ്ട്രെയിൻ ഗേജസ്. You can see 4 strain gauges, okay, and a mass system provided in between. ഒരു നമ്മളൊരു മാസ് വെച്ചിട്ട് പിന്നെ നമ്മൾ അതിന്റെ 4 ഭാഗത്തും സ്ട്രെയിൻ ഗേജസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 4 സ്ട്രെയിൻ ഗേജസ് വെച്ച് കഴിഞ്ഞാൽ we will be using the technique with the help of Wheatstone bridge. So whenever the mass get vibrated, the strain induced inside the strain gauges get changed. So thereby the resistance of the Wheatstone bridge also changes, and we will obtain the voltage difference that is happened due to the vibration of this mass. ഈ ഒരു മാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണോ ചേഞ്ചസ് വന്നിട്ടുള്ളത് അത് നമുക്ക് ഡയറക്ട്ലി റെക്കോർഡ് ചെയ്യപ്പെടും. ഇതാണ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ആക്സിലറോമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പീസോ റെസിസ്റ്റീവ് ആണ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. പീസോ റെസിസ്റ്റീവ് മീൻസ് സിംപ്ലി എ സ്ട്രെയിൻ ഗേജ് ഈസ് യൂസ്ഡ്. അതൊന്ന് ഓർത്ത് വെക്കുക. വി ആർ യൂസിങ് സിംപ്ലി എ സ്ട്രെയിൻ ഗേജ്. ആൻഡ് സ്ട്രെയിൻ ഗേജിന്റെ നമ്മൾ വർക്കിങ്ങും അതിന്റെ പല പല കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. Whenever the mass get rotated, the strain induced or resistance of the Wheatstone bridge get deflected, and this deflection is recorded, and thereby we will calculate with the help of calibration method. വോൾട്ടേജിനെ നമ്മളുടെ വൈബ്രേഷന്റെ ടേംസിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതിനെ കണ്ടുപിടിക്കും. സോ ഇതാണ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഗേജ് ആക്സിലറോമീറ്റർ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. സോ എന്തൊക്കെയാ ചേഞ്ചസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. പീസോ റെസിസ്റ്റീവ് ആകുമ്പോൾ വി വിൽ ബി യൂസിങ് 4 സ്ട്രെയിൻ ഗേജസ്, ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് Wheatstone bridge equipment we will find out the output. Wheatstone equipment വെച്ചിട്ട് നമ്മൾ അവിടെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കും. നേരെ മറിച്ച് പീസോ ഇലക്ട്രിക് ആണെങ്കിൽ we will be using a piezoelectric material over here. This piezoelectric material will be deformed with the help of vibration, and this deformation produces output voltage. This is calibrated in terms of voltage. Then അതായിരുന്നു ഈ 2 ടൈപ്പ് ആക്സിലറോമീറ്ററിൽ വരുന്നത്. Then വൈബ്രോമീറ്ററിൽ വരുന്നത് 3 ടൈപ്പാണ്. വൺ ഈസ് ഒപ്റ്റിക്കൽ റെക്കോർഡിംഗ് വൈബ്രോമീറ്റർ. ഒപ്റ്റിക്കൽ റെക്കോർഡിംഗ് സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ ആണ്. വൈബ്രേറ്റിംഗ് ബോഡിയിൽ വി വിൽ ബി ഫിറ്റിംഗ് എ മിറർ ഓവർ വൈബ്രേറ്റിംഗ് ബോഡി. Then the light rays that is incidented will also reflected in such a way that the vibrating body is moving. അതേ മെത്തേഡിൽ ഇവിടെ മൂവ് ചെയ്യും, ആൻഡ് thereby we will be recording it in a rotating drum. Okay. Then simple potentiometer. In simple potentiometer case, we will be fixing the mass over this sliding contact wiper. Okay. അപ്പോൾ ഈ മാസ് വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ദി സ്ലൈഡിംഗ് കോണ്ടാക്ട് ഓൾസോ ഗെറ്റ് വൈബ്രേറ്റഡ്, ആൻഡ് thereby voltage difference will be obtained at every instant. This voltage difference is used for measuring vibration. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ സാധനങ്ങളും ഇന്ന് പഠിച്ച എല്ലാ എക്യുപ്മെന്റ്സും വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സ്റ്റൈലസ് റെക്കോർഡിംഗ് ടൈപ്പ്. ഇൻ ദിസ് ടൈപ്പ് the mass is carried out with a needle and a rotating drum. Whenever the vibrating body vibrates, this needle will imprint a mark on the rotating drum paper that is provided or wound over the rotating drum. അവിടെ നമുക്ക് ഇംപ്രിന്റ് ചെയ്തെടുക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ റീഡിങ് മെഷർ ചെയ്യുന്നത്. സോ ദീസ് മച്ച് ഓഫ് ടേംസ് വി ഹാവ് ടു സ്റ്റഡി
in today's session. ടോട്ടൽ 5 ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. And by tomorrow we will be completing our session with methods of measurement of temperature. Temperature measurement കൂടി കഴിഞ്ഞാൽ we will be completing our 6th module. ടെമ്പറേച്ചർ മെഷർമെന്റും കൂടെ ഉള്ളൂ. ബാക്കി ടെമ്പറേച്ചർ മെഷർമെന്റ് പെട്ടെന്ന് കഴിയും. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ടെമ്പറേച്ചർ മെഷർമെന്റിന്റെ അകത്തില്ല. നമുക്ക് അറിയുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ തന്നെയാണ്. നമുക്ക് അറ്റൻഡൻസ് എടുക്കാം.